എന്താണ് നിനക്ക് സ്ത്രീകളെടുത്ത് കാര്യം? ഞാൻ വെറുതെ ഇങ്ങനെ കൈയ്യട്. സ്വാതന്ത്ര്യം അല്പം കൂടുതൽ തന്നത് വെറുതെ മേഞ്ഞു കിടക്കാനല്ല. ഇടിയേ പൊങ്ങുന്ന പൊങ്ങല് കണ്ടില്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കളിപ്പാട്ടം വരെ പൊങ്ങി തുടങ്ങി. 3 ദിവസം ഇവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാത്തിനും സമയമുണ്ട്. 3 അല്ല 300 ദിവസമായാലും മൂഡിലാണ് മോളെ കാര്യം. നിങ്ങളെപ്പോലെ അവിവാഹിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ എന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അത് ആഗ്രഹിച്ചതുകൊണ്ട് മാനമൊന്നും ഇടിയാൻ പോകുന്നില്ല. നീ എന്റെ പഴം ചവിട്ടി പിതുക്കരുത്. റിയലി ലൈക്ക് ഞാൻ ഈ അപ്പം തിന്നാൻ ഇനിയും വരും. അയാൾക്ക് പണ്ടിയുടെ വില കൂടിയാൽ എന്തൊരു കുറഞ്ഞാൽ എന്തൊരു 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. മുതലാളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാലോ, അതുപോലെ. എന്റെ ഈശ്വര, ഈ പെണ്ണെന്റെ ചാരിത്രം കവർന്നെടുക്കുന്ന തോന്നണേ. വിഘ്നേശ്വര, എനിക്ക് ഇത്തിരി ശക്തി തരണേ. എന്താ ഇത്? വേണ്ടേട്ടാ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാൽ തന്നെ എന്തു ആളിയാ? നീ വിചാരിക്കുന്ന പോലെ ഞാനതിനെന്ത് വിചാരിച്ചു? ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സാർ? കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. ചാരിത്രക്കാരനാണ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ തന്നെ. സോറി പെങ്ങളെ, ഒരു കയ്യബദ്ധം പറ്റിയതാ. ആ തട്ടിയ തട്ടും തിരിച്ചെടുത്തു, പറഞ്ഞ വാക്കും തിരിച്ചെടുത്തു.